പൂനെയിൽ നിന്ന് നമ്മളൊരു ഷൂട്ട് കഴിഞ്ഞ് പോവുകയാണ്. നമ്മളോടൊപ്പം നമ്മുടെ യൂബർ ഡ്രൈവർ അമോൽ പാട്ടിയുടെ വണ്ടി നമ്മളങ്ങനെ പോവുകയാണ്. വളരെ സന്തോഷകരമായി. ഇവിടെ ഭയങ്കര മഴയാണ്. മഴയത്തും നമ്മുടെ ക്യാമറ ടീമൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് ഓൾഡ് സ്ട്രീറ്റ്, പൂനെയുടെ ഓൾഡ് സ്ട്രീറ്റ് വളരെ നല്ല രീതിയിൽ കുറച്ച് സമയം കിട്ടിയുള്ളത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നതാണ്. വളരെ നല്ല മഴയുള്ള ടൈമാണ് കേരളത്തിലും, അതുപോലെ തന്നെ ഇവിടെയും നല്ല മഴയാണ്. ഏതാണ്ടൊക്കെ ക്ലീൻ ചെയ്യുന്ന സാധനമൊക്കെ ആയിട്ടൊരു രീതി വരുന്നുണ്ട്. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ പൂനെ യൂണിവേഴ്സിറ്റി, ശിവാജി നഗർ, ബസ് സ്റ്റാൻഡിലോട്ടുള്ള ഒരു ചിഞ്ചുവാഡൊക്കെ പോകുന്ന റൂട്ടാണ് നേരെ പോകുന്നത്. നമ്മൾ പൂനെ യൂണിവേഴ്സിറ്റി, ശിവാജി നഗർ ബസ് സ്റ്റാൻഡ് റൂട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ചിഞ്ചുവാഡ് എന്ന റൂട്ടിലേക്കൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പൂനെയിലെ ശിവാജി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. നമുക്ക് ഈ അമൂല് പറഞ്ഞതുകൊണ്ടാണ് ഇത് മനസ്സിലായത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണിത്. ഇവിടൊക്കെ ഈ ഫ്രൂട്ട്സ് കച്ചവടം, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കച്ചവടം ഈ സൈഡിലൊക്കെ വേണ്ട ഇങ്ങനെ അനൗൺസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വിൽപ്പന. വേണ്ട മാതള നാരങ്ങയുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കച്ചവടം തകൃതിയായി നടക്കുന്നു. ഇതെല്ലാം ഹൈവേയുടെ സൈഡിലെ ജോലിക്കാരൊക്കെ വീട്ടിൽ പോകുന്ന സമയമാണ്. ഇവിടെ ഒന്നും ഹെൽമെറ്റ് ഒന്നും ഒരു പ്രശ്നമല്ല, ബാക്കിലും ഇല്ല ഫ്രണ്ടിലും ഇല്ല, അങ്ങനെ പോകുന്ന കാഴ്ചകളാണ്. നമ്മളിപ്പോൾ കഡ്കി സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ്, റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്, കഡ്കി സ്റ്റേഷൻ. ഇന്ന് നമ്മൾ ഇവിടെ കൂടാണോ വന്നേ? ബോപ്പോടി മെട്രോ സ്റ്റേഷനാണിത്, ബോപ്പോടി. ഏതാണ്ട് സന്ധ്യയാകുന്നു. ഇതാണ് മെട്രോയുടെ ദാപ്പോടി സ്റ്റേഷനാണ്. ദാപ്പോടി സ്റ്റേഷനാണ്. വളരെ വലിയ രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നത്. ഇവിടെ 2-3 ഏരിയയിലേക്കാണ്, റൂട്ടിലേക്കൊക്കെയാണ് ഇതിൻ്റെ മെട്രോയുടെ പണികൾ പോകുന്നത്. അതുപോലെ തന്നെ സിഗ്നലിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, റെഡ് ലൈറ്റ് ഇങ്ങനെ ട്യൂബ് LED കൊണ്ട് ഒരു റൗണ്ട് മാത്രമല്ല, ട്യൂബ് സെറ്റ് തന്നെ. അതുപോലെ അത് ഗ്രീൻ വരുമ്പോൾ കംപ്ലീറ്റ് കത്തുന്ന ഒരു രീതി, നല്ലൊരു സിസ്റ്റമാണ്. റെഡ് കത്തിക്കുകയാണ്, ഇപ്പോൾ കണ്ടത് ഗ്രീൻ ആകും. ആകുമ്പോൾ അത്രയുടെ ആ LED സ്ട്രിപ്പ് വെച്ചേക്കുകയാണ്. അതൊരു നല്ല എല്ലാവരും അട്രാക്ഷനാണ്. കണ്ട മുകളിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ 2 വീലർ സ്കൂട്ടറിൽ ഫോൺ ചാർജ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് ഈ നിയമം കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ. 2 വീലറിൽ ഏറ്റവും കൂടുതൽ അപകടം ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത്, കേരളത്തിലാണെങ്കിലും ഈ മഹാരാഷ്ട്രയിൽ ഒട്ടും പിന്നിലല്ല കുറ്റങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ.